നമുക്കറിയാം പശ്ചിമ ബംഗാളിൽ വലിയ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അവിടെ ഏറ്റവും വലിയ പ്രവർത്തനം നടക്കുന്നത് പശ്ചിമ ബംഗാളും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തിയിൽ വേലി കെട്ടിത്തിരിക്കുന്നതിനെ തുടർന്നാണ്. ഇപ്പോഴിതാ പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇത് ബംഗ്ലാദേശിനെ വളരെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു വേലി കെട്ടി തിരിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന്റെ പല പ്രവർത്തനങ്ങളും താറുമാറിലാവും. അവിടെ നിന്ന് ഭീകരവാദികൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല. പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലേക്കാണ് പല കാര്യങ്ങളും കടത്തുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പശുക്കടത്തുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും താറുമാറാകും. ബംഗ്ലാദേശികൾ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് കടന്നു വരാനും സാധിക്കില്ല. അതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ ബംഗ്ലാദേശിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യക്ക് അത് ഗുണകരമാണ്. ഇപ്പോഴിതാ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ വേലി കെട്ടുന്നത് തടഞ്ഞുകൊണ്ട് ബംഗ്ലാദേശിലെ സിവിലിയൻസ്, അതായത് ബംഗ്ലാദേശിലെ ജനങ്ങൾ നമ്മുടെ BSFനെതിരെ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ BSFന് നേരെ ഇവർ കല്ലെറിഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശി സിവിലിയൻസ് spelled stones at BSF jawans during fencing in Siliguri and Cooch Behar എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സിലിഗുറിയിലും കൂച്ച് ബീഹാറിലും കമ്പും കുറിവടിയും മറ്റ് മാരകായുധങ്ങളുമായി ഒരു കൂട്ടം ബംഗ്ലാദേശി സിവിലിയൻസ് എത്തി നമ്മുടെ പട്ടാളക്കാർക്ക് നേരെ, BSFന് നേരെ, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് നേരെ കല്ലെറിയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ട്. പക്ഷേ വേലികെട്ടൽ നിർത്തിയില്ല, അത് തുടരുക തന്നെ ചെയ്തു എന്നുള്ളതാണ്. BSF തിരിച്ചാക്രമിക്കാൻ നിന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. BSF അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു, വേണമെങ്കിൽ അവർക്ക് വെടിവെക്കാമായിരുന്നു. പക്ഷേ BSF ഷോസ് റെസ്ട്രെയിൻറ്റ്, നോ ഷോട്ട്സ് ഫയർഡ് ആസ് കണ്ടിന്യൂസ് ടു സീൽ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ, കർബിംഗ് ഇൻഫിൽട്രേഷൻ ആൻഡ് സ്മഗ്ലിംഗ് ആഫ്റ്റർ WB ഗവൺമെന്റ് ചേഞ്ച് എന്നുള്ളതാണ് റിപ്പോർട്ട്. അതായത് ഈ വേലി കെട്ടിവെക്കൽ ഏത് വിധേനയും തടയാൻ ബംഗ്ലാദേശ് എന്ത് തരം താഴ്ന്ന കളിയും കളിക്കുമെന്ന് കൃത്യമായി ഇന്ത്യക്ക് അറിയാം. അത് ബംഗ്ലാദേശിലെ സിവിലിയൻസിനെ നമ്മുടെ രാജ്യം അങ്ങോട്ടേക്ക് വെടിവെച്ച് അത് വലിയ വാർത്തയായി അങ്ങനെ ഇത് നിർത്തിവെക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടാകില്ല. വേലി കെട്ടുന്നത് തുടരുക തന്നെ ചെയ്യും. അതുവരെ ഇന്ത്യ സംയമനം പാലിക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.